തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രിയുടെ മരുമകനെതിരായ ഹണി ട്രാപ്പ് കേസ് കേരളത്തെ ഞെട്ടിച്ചതാണ്. കേസിൽ യുവതി ഉൾപ്പെടെ 6 പേർക്കെതിരെ ബംഗളൂരു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പൂജയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന് വരുത്തി തീർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 കോടിയുടെ ഇടപാടുകൾ നടന്നതായി ബാനസവാടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 9 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി പിടിച്ചെടുത്തിരുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരന്റെ മരുമകൻ ടി.എ. അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന കേസിൽ 2ാം പ്രതിയായ ബംഗളൂരു സ്വദേശിനി രത്ന, തന്ത്രിയുടെ ജ്യേഷ്ഠൻ ദേവദാസ, മകൻ ശ്രീരാഗ, മറ്റൊരു ജ്യേഷ്ഠൻ വേണുഗോപാൽ, ബന്ധു സ്വാമിനാഥൻ, ഇയാളുടെ ഭാര്യ രജിത എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മസാജ് പാർലർ ജീവനക്കാരിയാണ് രത്ന നൽകിയ പീഡനക്കേസിൽ ദേവസ്ഥാനം പൂജാരി ഉണ്ണി ദാമോദരന്റെ മരുമകൻ ടി.എ. അരുണിനെ ബംഗളൂരു പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബന്ധു കെ.വി. പ്രവീണാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് ഉണ്ണി ദാമോദരനും മകൾ ഉണ്ണിമായയും പരാതി നൽകി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അരുണിനെ ആസൂത്രിതമായി കുടുക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായി ബാനസവാടി പോലീസ് കണ്ടെത്തി. ഇതിൽ 9 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി പിടിച്ചെടുത്തിട്ടുണ്ട്. രത്നയുടെ സഹായി മോണിക്ക, പാലക്കാട് സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരനുമായ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത്ത, ആലം എന്നിവർ കേസിൽ അറസ്റ്റിലായിരുന്നു. കേസിൽ ആകെ 12 പ്രതികളാണുള്ളത്. ബാക്കി പ്രതികളുടെ പേരിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിക്കും. ബാനസവാടി ഡിവൈഎസ്പി എം.എച്ച്. ഉമാശങ്കറായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. ന്യൂസ് 18 ബംഗളൂരു.